ഹേയ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഇഫ ചിക്കൻ അല്ലേ, അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ തന്നെയാണോ ഉണ്ടാക്കിയെന്നുള്ളൊരു ഡൗട്ട് വരെ നമുക്ക് വന്നിട്ട് അത്രയും ടേസ്റ്റി ആയിരുന്നു. കാണുമ്പോൾ ഭയങ്കര പണിയുടെ പോലെയും തോന്നുമെങ്കിലും ഭയങ്കര ഈസി ആൻഡ് സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ആർക്കും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇതിനു വേണ്ടി ഞാനൊരു ഫുൾ ചിക്കൻ എടുത്തിട്ടുള്ളത്. ഫുൾ ചിക്കൻ ഇതുപോലെ 4 പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരയിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം മസാലയൊക്കെ നല്ലോണം അകത്ത് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ കത്തി വെച്ചിട്ട് വരന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ചുറ്റിയോ റോളറോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. കാരണം വലിയ പീസാണല്ലോ, അപ്പം വേവാൻ ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ കുറച്ച് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ എല്ലാ പീസും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാനിപ്പോൾ 2 പീസിനുള്ളതാണ് റെഡിയാക്കുന്നുണ്ട് മസാല. കാരണം ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ട് 2 പീസ് ഞാൻ ചെയ്ത് കഴിഞ്ഞ് അതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കാത്ത ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി 2 പീസിനുള്ള മസാല ഞാൻ റെഡിയാക്കിയതാണ്. അപ്പോൾ എല്ലാ പീസിനും ഇതുപോലെ നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിക്കാം. നമ്മൾ ഈ വരയിട്ടിട്ടില്ലേ, അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലോണം മസാല എത്തുന്ന രീതിയിൽ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തതിന് ശേഷം ഒരു 4 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ. നിങ്ങൾക്ക് പിറ്റേന്നേക്ക് ഉണ്ടാക്കാനുള്ളതാണെങ്കിൽ തലേന്ന് രാത്രി, അതായത് ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നല്ലോണം മസാല പിടിച്ച് കിട്ടും. ഇതിപ്പോൾ ഞാൻ രാത്രിത്തേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഉച്ച ടൈമിലാണ് ഞാനിത് ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് ഒരു 4 മണിക്കൂറൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ പീസും ചെയ്തെടുത്തിട്ട് ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പാനൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. നിങ്ങളിൽ ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഓയിലായാലും ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം ബട്ടർ നന്നായിട്ട് മെൽട്ടായി വരുമ്പോൾ നമ്മൾ ചിക്കൻ്റെ പീസിനായ 2 പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ്റെ പീസൊന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. അപ്പോൾ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുന്നോറും ഓപ്പൺ ആക്കിയിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം. എന്നാലും ഇത് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ ഈ 2 പീസൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ റെഡിയായി വരുന്ന ടൈം കൊണ്ട് നമുക്കൊരു ചീസി മയോണീസ് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ ഇഫ ചിക്കനിലേക്ക് വേണ്ട നമ്മൾ മെയിനായിട്ടുള്ള ഐറ്റം അതാണ് കേട്ടോ, ചീസി മയോണീസ്. അപ്പോൾ ഈ ചിക്കൻ ഒന്ന് റെഡിയായി വരുന്ന ടൈം കൊണ്ട് നമുക്കത് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഫുൾ ചിക്കന് വേണ്ടിയിട്ടില്ല തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. നിങ്ങൾ എത്ര പീസാണ് എടുക്കുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. ചെറിയൊരു പൊട്ടാറ്റോ എടുത്തിട്ട് ബോയിൽ ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ ഒരു 1 ടീസ്പൂൺ വിനീഗർ, 1/4 കപ്പ് പാല്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക, സൺഫ്ലവർ ഓയിൽ. നമ്മൾ സാധാരണ നോർമൽ മയോണീസ് ആക്കുമ്പം പാലിൻ്റെ അതേ അളവിൽ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിന് ഓയിൽ കുറച്ച് മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു തിക്ക് പേസ്റ്റായിട്ട് കിട്ടും. ആയിട്ടില്ല. ഇനി മെയിനായിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മോസറല്ല ചീസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക കേട്ടോ. നല്ലോണം തിക്കും അല്ല, എന്നാൽ നല്ലോണം ലൂസും അല്ല, ഇതുപോലെ വേണം. അപ്പോൾ ഈ ടൈം കൊണ്ട് ഏകദേശം ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ ബട്ടറോ ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ചിക്കൻ ഇറങ്ങി വന്ന വെള്ളത്തിലാണ് ഇതൊന്ന് വെന്ത് വരുന്നത്. ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ എന്താ നമ്മൾ ചിക്കനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചീസി മയോണീസില്ലേ, അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ചിക്കൻ്റെ മേലെ ആയിട്ട് ഇതുപോലെ ഒന്ന് ഈ ചീസി മയോണീസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചീസി മയോണീസാണ് കേട്ടോ ഈ ഇഫ ചിക്കനിലെ ഹൈലൈറ്റ്. അപ്പോൾ ഞാനിത് ചിക്കൻ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നല്ലോണം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇഫ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് പൊറോട്ടൻ്റെ കൂടെയാണ് കഴിച്ചത്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആൻഡ് സിമ്പിളാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.